പിന്നെയും കുത്തിയോ അതോ ഒറ്റ കുത്തിന് ചത്തോ? അല്ലെങ്കിലും സ്ഥാനം നോക്കി കുത്തിയ ഒറ്റ കുത്ത് മതി. ഏതായാലും തീർന്നു കിട്ടി. ലുക്ക്, യു ഹാവ് ഡൺ എ വണ്ടർഫുൾ ജോബ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചില ഉപകാരങ്ങളൊക്കെ ചെയ്തു തരണം. അലക്സേ, ദാ അതിൽ നിന്ന് ഇഷ്ടമുള്ള എടുത്തോ. അലക്സ്, നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ കൂടെ നിൽക്കാമോ? ഹലോ ഹലോ ഹലോ, കേവ് ഷാ സ്പീക്കിംഗ്. പേടിക്കണ്ടടോ, പ്രേതമല്ല സംസാരിക്കുന്നത്, ജീവനുള്ള ഷായാണ്. എന്നെ കൊല്ലാനൊന്നും നീ വളർന്നിട്ടില്ല കുഞ്ഞെ. ആദ്യം നീ എന്റെ ബിസിനസ് തകർക്കാൻ നോക്കി, പിന്നെ എന്നെ ഇവിടെ ഓടിക്കാൻ നോക്കി, ഇപ്പൊ കൊല്ലാനും. എന്തൊക്കെ ചെയ്താലും അവസാന നഷ്ടം നിനക്ക് തന്നെ. വാട്ട് എ പാരഡോക്സ്. ആട്ടെ, ഇപ്പൊ എത്ര ചെലവായി? ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് എന്നെ കൊല്ലാതിരുന്നത്? സാറിന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടായിട്ട് ഓർക്കുന്നുണ്ടോ? എങ്ങനെ ഓർക്കാനാ, 10-20 കൊല്ലായില്ലേ. ആരുമില്ലാതെ റോഡിൽ ബോധം കെട്ട് കിടന്നിരുന്ന ഒരു പയ്യനെ സാറെടുത്ത് അനാഥാലയത്തിൽ എത്തിച്ചു. അതെ, കമ്പനി സ്പോൺസർ ചെയ്യുന്ന അലക്സാണ്ടർ. പിന്നെ നീ എങ്ങനെ വീണ്ടും ഇങ്ങനെ ആയിന്നല്ലേ? വിധിയാണ് സാറേ. നീ മിസ്സായ കാര്യം അവരെന്നെ ഇൻഫോം ചെയ്തിരുന്നു. ഞാൻ ഓടിപ്പോന്നതാ. ലോകത്തോട് മുഴുവൻ പകയും വിദ്വേഷമായിരുന്നു മനസ്സിൽ. ബൈബിൾ കഥകളിലെ കുഞ്ഞാടുകളും അവയെ സ്നേഹിച്ച നല്ല ഇടയനും അതൊന്നും എനിക്ക് മനസ്സിലാവില്ലായിരുന്നു. സ്നേഹവും അനുകമ്പയും ഒക്കെ എന്നും എനിക്ക് അപരിചിതമായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് സ്നേഹമുള്ളൊരു വാക്ക് പറയുന്നത് സാറാ. സാറിന്റെ ജീവൻ രക്ഷിച്ചത് അതിനൊരു പ്രത്യുപകാരമായിട്ട് കരുതിയാൽ മതി. ഞാൻ പോട്ടെ സാർ. നിൽക്കൂ. ഇനി നീ ആ തെരുവിലേക്ക് പോകണ്ട. നിനക്കറിയാമോ, സമാധാനത്തോടെ മരിച്ച ഒരു തെരുവുണ്ടയും ഈ ലോകത്ത് കാണില്ല. 100 ഗുണ്ടകളെ നീ ഒതുക്കുമ്പോൾ 1 ഗുണ്ട നിന്നെ ഒതുക്കാനേ പിറക്കും. 100 അടി നീ അടിക്കുമ്പോൾ 1 അടി നിനക്കായിട്ട് തിരിച്ചു വരും. എല്ലാ വിജയങ്ങളുടെയും തൊട്ടുപുറകിൽ പരാജയവും അപകടവും പതിയിരിപ്പുണ്ടാവും. തെരുവിലെ ആ ജീവിതം ഇനി നിനക്ക് വേണ്ട. നീ എന്റെ കൂടെ നിന്നാ മതി. ഞാൻ ആരാണെന്നും എന്റെ തൊഴിലെന്താണെന്നും ഞാൻ പറയാതെ നിനക്ക് മനസ്സിലായി കാണും. ഒരു കള്ളക്കടത്തുകാരന്റെ സഹായിയാവുക, ഒരു സ്മഗ്ലറാവുക, അതൊന്നും അത്ര വലിയ കാര്യമോ നല്ല കാര്യമല്ല. ബട്ട് ഇറ്റ് ഈസ് ബെറ്റർ ദാൻ സ്ട്രീറ്റ് ഫൈറ്റ്സ്. എനിക്കറിയില്ല. നീ പറയില്ല അല്ലേ? മാഷേ, നീ ഇതിന് പകരം ചോദിക്കാനൊന്നും പോരുത്. ഓ,
മാഷിന്റെ മരണം എന്നെപ്പോലെ ആനിയും അനാഥയായി ഈ വലിയ ലോകത്ത് ഒറ്റപ്പെട്ടു പോയി രണ്ടുപേർ. മാഷോടുള്ള കടപ്പാടിനേക്കാളേറെ ആനി എനിക്കിഷ്ടമായിരുന്നു. ആനിക്ക് തിരിച്ചു. നെയ്ത് കൂട്ടാൻ ഒരുപാട് സ്വപ്നങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടും ഞങ്ങൾ ഒരുമിക്കാൻ തന്നെ തീരുമാനിച്ചു. ഒരുമിച്ച് ജീവിക്കാൻ. Alexei, das is dangerous. ഇവരെ നീ Good morning, gentlemen. Good morning. Sorry to keep you waiting. It's all right. I'm Alexander. I'm Don. Hello. Sit down. Thank you.
This is your fishing trawler, sir. I will explain to you. Fully air conditioned. All the controls are computerized. എല്ലാ സൗകര്യമുള്ള 10 ക്യാബിനാ ഉള്ളത്. We can accommodate 20 crew at a time. But only 5 are enough to run everything. This is the bottom section of freezing plant. The entire capacity is 60 tons. This will help a full month's catchment at one stretch. അത് മാത്രമല്ല, കാച്ച്മെന്റ് ഏരിയ ലൊക്കേറ്റ് ചെയ്യാൻ കമ്പ്യൂട്ടർ സ്ക്രീനും ഉണ്ട്. Okay, anything more? With apologies, sir. It's about payment. Don't worry about the payment. You will be getting a foreign exchange of $250,000 before delivery. Thank you, sir. ഈ ട്രോളർ എന്നിവിടെ എത്തും? 1 മാസത്തിനകം. Okay, thank you, Mr. Don. Thank you. Thank you very much. Come on. IG ബാലകൃഷ്ണന്റെ മോണല്ലേ അത്? വേണമെങ്കിൽ നിന്റെ പെങ്ങളെന്ന് പറയാം. കൂടെയുള്ളതാരാ? അനിൽ, കൃഷ്ണദാസിന്റെ മകനാ. ഇതിനു മുമ്പും പല ഹോട്ടലുകളിലും റെസ്റ്റോറന്റിലും വെച്ച് ഇവരെ കണ്ടിട്ടുണ്ട്. അജിത്തെ, അനിലും ഐജിയുടെ മകളുമായിട്ടുള്ള ബന്ധം സീരിയസ് ആണോ? ഇതുപോലെ എത്ര? ഒരു കാര്യം ഉറപ്പാണ്, നീയും ഐജിയും തമ്മിലുള്ള ബന്ധം കൃഷ്ണദാസ് അറിഞ്ഞിരിക്കും. അയാൾ മകനെ കൊണ്ട് മനഃപൂർവ്വം ചെയ്യിക്കുന്നതായിരിക്കും. വേണമെങ്കിൽ അവനെ ഞാൻ... വേണ്ട, ഉണ്ടായസം വേണ്ട. അവളുടെ ജീവിതം തകരാതെ നോക്കണം. ആരുമല്ല. എന്ത് വേണം? ഞാൻ ബഹളം ഉണ്ടാക്കും. പുറത്ത് കേൾക്കില്ല. ഡോറ് തുറന്ന് ഞാൻ ചാടും. ചാടിക്കോ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിങ്ങൾ ആരാണെന്ന്? ഞാൻ ആരാണെന്ന് അറിയേണ്ട കാര്യം നിനക്കില്ല. എന്താണ് പറയുന്നതെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പറയുന്നത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. നിന്റെ കൂടെ ഉണ്ടായിരുന്ന ആരാണെന്ന് നിനക്കറിയാമോ? അനിൽ, കൃഷ്ണദാസിന്റെ മകൻ. എന്റെയും നിന്റെ അച്ഛന്റെയും ശത്രുവാണ് അയാൾ. അവൻ നിന്നോട് കാണിക്കുന്ന സ്നേഹം സത്യമല്ല. ഇതിനു മുമ്പും ഒരുപാട് പെൺകുട്ടികളെ അവൻ നശിപ്പിച്ചിട്ടുണ്ട്. മോളെ, അവൻ നല്ലവനല്ല. ഇത് ചതിയാണ്. അവൻ നിന്നെ നശിപ്പിക്കും. അങ്ങനെ അവൻ എന്നോട് നിന്റെ അച്ഛനോടും പകരം വീട്ടും. ഹേ മിസ്റ്റർ, നിങ്ങൾ എന്റെ ആരാണ്? എനിക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾക്കെന്താ? പെൺകുട്ടികളെ വളയ്ക്കാൻ ചിലര് ഹീറോയിസം കാണിക്കും, വേറെ ചിലര് പാവസം കാണിക്കും, സിമ്പതി കിട്ടാൻ. But this is the first time സഹോദരന്റെ കുപ്പായോട്ട് ഒരാള്...
ഹിയർ മാൻ, ഞാൻ നശിച്ചാലും തന്റെ അടുത്ത് വരാൻ പോകുന്നില്ല. വൺ മോർ തിങ്, മേ ഐ നോ ഹൂ യു ആർ? അലക്സാണ്ടർ. എന്റെ അമ്മയോട് ചോദിച്ചാൽ അവര് പറഞ്ഞു തരും ഞാൻ ആരാണെന്ന്. വിജി, എവിടെയായിരുന്നു നീ ഇതുവരെ? സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. ഹോട്ടലിൽ വെച്ചാണ് ഇപ്പൊ എന്താ സ്പെഷ്യൽ ക്ലാസ്? ഓ, ന്യൂസ് ഇവിടെ എത്തിയോ? എന്നെ സ്നേഹിക്കുന്ന എനിക്കിഷ്ടമുള്ള ഒരാളുടെ കൂടെ ഞാൻ ഹോട്ടലിൽ പോയിരുന്നു. എന്ത് പറഞ്ഞടി? ആരും അത്ര മാന്യരൊന്നും ആകണ്ട. ആരാണ് ഈ അലക്സാണ്ടർ? അമ്മയും അയാളും തമ്മിൽ എന്താ ബന്ധം? കള്ളക്കടത്ത് ഒറ്റിക്കൊടുത്താൽ ഇൻഫോമർക്ക് 20% കിട്ടും. അമ്മ എത്ര % ആണ് ഇയാൾക്ക് കൊടുക്കുന്നത്? വിജി, പിന്നെ അയാൾക്ക് ഇതിൽ എന്ത് താല്പര്യം? അയാൾ ആര്? എന്റെ സഹോദരനോ? അതെ, നിന്റെ അമ്മ ആദ്യം പ്രസവിച്ചത് അവനെയായിരുന്നു. അനിൽ, ഐ ആം നോട്ട് ജോക്കിംഗ്. തമാശ കേട്ട് ചിരിച്ചതല്ല, സന്തോഷം കൊണ്ട് ചിരിച്ചതാ. നിനക്ക് സന്തോഷമില്ലേ അമ്മയാകാൻ പോകുന്നു പറഞ്ഞിട്ടും? ഏതൊരു പെണ്ണും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷമായത്. ആട്ടെ, ഞാനെന്താ വേണ്ടത്? അനിൽ എന്താ പറഞ്ഞിട്ടുള്ളത് അത് ചെയ്താ മതി. എന്ത് മാരേജോ? നീ ബോംബെയിൽ വളർന്നെന്ന് പറഞ്ഞിട്ടുണ്ടാ? എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെ. ഉടനെ കല്യാണം. ഇനി മോളെ, അങ്ങനെ ഞാൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എന്റെ ആകപ്രായത്തിലും കൂടുതൽ ഭാര്യമാരായനെ ഇപ്പൊ എനിക്ക്. വേറെന്തെങ്കിലും വേണോ? ഡോക്ടറെ കാണാൻ പണമോ, കോമ്പൻസേഷനോ, അങ്ങനെ എന്തെങ്കിലും വേണേ പറഞ്ഞോളൂ. ഐ എം റെഡി ടു പേ. എത്ര വേണം? ആവറേജ് ഒരുത്തി കൊടുക്കുന്നത് നിനക്കും തരാം. അതിനപ്പുറത്തേക്കുള്ള കോപ്പൊന്നും നിനക്കില്ലടി. ചൂടാകാതടി. ആലോചിച്ച് സമാധാനമായിട്ട് പറഞ്ഞാൽ മതി. ഓട്ടെ ഞാൻ.